ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയി നിങ്ങളെ സമീപിക്കുകയാണ്. Prepscale ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. HSST ഇംഗ്ലീഷ് ജൂൺ 15 നിങ്ങൾ ഭംഗിയായി എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അതായത് ഒരു പരീക്ഷ എഴുതുമ്പോൾ ഏതൊരു വിദ്യാർത്ഥിക്കുണ്ടാകുന്ന ആശങ്കകളും അങ്കലാപ്പുകളും നിങ്ങൾക്കുണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് ഇനി വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല, അത് കഴിഞ്ഞു. ഇനി ജൂലൈ 21 വരുന്ന HSST ഇംഗ്ലീഷ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ വാളുകൾക്ക് മൂർച്ച കൂട്ടുക. എല്ലാ ശക്തി ഉപയോഗിച്ചിട്ട്, എല്ലാ ഊർജ്ജം ഉപയോഗിച്ചിട്ട് നിങ്ങളെന്ത് ചെയ്യുക? HSST ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്കറിയാം, HSST HSAയേക്കാൾ കൂടുതൽ സാധ്യതകളുള്ള ഒരു മേഖലയാണ്. കേരളത്തിൽ സർക്കാർ മേഖലകളിൽ ഒരുപാട് സ്കൂളുകളുണ്ട്. ജില്ലാ വൈസ് റിക്രൂട്ട്മെൻ്റ് അല്ല, സ്റ്റേറ്റ് വൈസ് ആണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഒഴിവുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രവുമല്ല, വരും വർഷങ്ങളിൽ വരാനുള്ള നാളുകളിൽ ഒരുപാട് റിട്ടയർമെൻറ്റും ഒരുപാട് പ്രൊമോഷനുകളൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വേക്കൻസി ഉണ്ട് എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് HSST? ആളുകൾക്ക് പലപ്പോഴും സംശയം ഉണ്ടാവും. HSST പരീക്ഷയ്ക്ക് വാസ് സിലബസാണ്. ഇനി 30 അതായത് ഏകദേശം ഒരു 30-35 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടാവും. ആ ആശങ്കയ്ക്കൊന്നും സ്ഥാനമില്ല, അതൊക്കെ അസ്ഥാനത്താണ്. നിങ്ങൾ ഒരു പൂർണ്ണ മനസ്സോടെ ഇച്ഛാശക്തിയോട് കൂടിയിട്ട് എനിക്ക് നേടണം, എനിക്ക് ഈ പരീക്ഷ വിജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിൽ മനസ്സിലൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഒരു സുരക്ഷിതമായ സ്ഥാനം നേടാൻ കഴിയും. നോക്ക്, ഞങ്ങളൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതാണ് 30 ദിവസത്തെ പ്രോഗ്രാമാണ്. ജൂൺ 19 മുതൽക്ക് ജൂലൈ 19 അവസാനിക്കുന്ന ഒരു 30 days, അതായത് 30 day ക്രാഷ് പ്രോഗ്രാം ഫോർ HSST ഇംഗ്ലീഷ്. ഈ നിങ്ങൾക്ക് സംശയം വരും, 30 ദിവസം കൊണ്ട് ഈ വാസ്റ്റ് സിലബസ് എങ്ങനെ കവർ ചെയ്യാമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം 30 day ക്രാഷ് പ്രോഗ്രാം ഫോർ HSSTയിൽ റെക്കോർഡഡ് ക്ലാസ്സസുകൾ ഉണ്ടായിരിക്കും. കാരണം കുറേ പോർഷൻസ് കവർ ചെയ്യണമെങ്കിൽ എല്ലാ ക്ലാസ്സുകളും നമുക്ക് ലൈവ് ക്ലാസ് എടുക്കാൻ സാധ്യമല്ല. റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ലൈവ് ക്ലാസ്സസ് ആസ് വെൽ ആസ് റെക്കോർഡഡ് ക്ലാസ്സസ്. പിന്നെ ഡെയിലി എക്സാംസ് ഉണ്ട്. അതായത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ വാസ് സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ലിറ്ററേച്ചർ, അതുപോലെ തന്നെ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷും, കേരള റിനൈസൻസ്, സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്, ലെജിസ്ലേച്ചേഴ്സ്, അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഇതിനെയൊക്കെ ബേസ് കൊണ്ടുള്ള ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും. ഈ 30 ദിവസം നിങ്ങൾ എക്സാം എഴുതും. അത് തന്നെ ഒരു പരിശീലനമാണ്. കൂടാതെ നോക്കണം, നിങ്ങൾ എല്ലാ സെഷൻസും, അതായത് നിങ്ങൾക്കറിയാം നമ്മൾ 4 പാർട്ടാണ് ഈ സിലബസ്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. ഈ 4, അതായത് ഓൾ സെഷൻസ്, എല്ലാ സെഷൻസിനെയും ഞങ്ങൾ കവർ ചെയ്യും. പിന്നെ അത് കൂടാതെ ഒരു 10ലേറെ ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് എന്ന് പറഞ്ഞാൽ HSA ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചിരിക്കുന്നു കുറേ ഏറിയ. HSA ഇംഗ്ലീഷിൽ പെടാത്ത ഒരുപാട് മേഖലയുണ്ട്. അതായത് കൾച്ചറൽ സ്റ്റഡീസ് എന്നുള്ള 14ാമത്തെ മൊഡ്യൂളുണ്ട്. അതുപോലെ തന്നെ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി എന്നൊരു പാർട്ടുണ്ട്. അതിലും കുറച്ച് വലിയ സിലബസാണത്. ഒരു PG സിലബസാണ്. HSAക്കാണെങ്കിൽ ഗ്രാജുവേറ്റ് സിലബസാണ്, HSSTക്ക് PG സിലബസാണ്. അപ്പോൾ ഈ PG സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ്സുകൾ, അതായത് കൾച്ചറൽ സ്റ്റഡീസ്, മോഡേൺ ലിറ്റററി തിയറീസ്, ഇതിന് പ്രാധാന്യം എന്നുള്ള, എസ്പെഷ്യലി അതായത് പ്രത്യേകിച്ചും അതിനെ ബേസ് കൊണ്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, അതുപോലെ തന്നെ ക്ലാസ്സസും ഉണ്ടായിരിക്കും. പിന്നെ അതാണ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് എസ്പെഷ്യലി ഓൺ കൾച്ചറൽ സ്റ്റഡീസ് ആൻഡ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി. ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, കൾച്ചറൽ സ്റ്റഡീസ് പുതിയ സബ്ജക്റ്റാണ് പലർക്കും. MAക്ക് പഠിച്ചിട്ടുണ്ടെങ്കിലും പലരും മറന്നുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് മുമ്പ് പഠിച്ച ആളുകളുണ്ടാവും. അതായത് HSST ഇംഗ്ലീഷ് എഴുതുന്ന പല ആളുകളും മുമ്പ് പഠിച്ച ആളുകളുണ്ട്. അപ്പോൾ മുമ്പ് പഠിച്ച ആളുകൾക്ക്
പ്രയാസം ഉണ്ടാകും. കാരണം കളക്ഷൻ വിട്ടുപോയിട്ടുണ്ടാകും. കാരണം അധികവും പല പല ദൈനംദിന ജീവപ്രാരബ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും കണക്ഷൻ ഉണ്ടാകുകയില്ല. അവരെ ബേസ് കൊണ്ട് തന്നെ വളരെ ലളിതമായ രീതിയിൽ, വളരെ എക്സ്റ്റെൻസീവായ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ കൾച്ചർ സ്റ്റഡീസ്, ലിറ്റററി ക്രിറ്റിസിസം ബേസ് കൊണ്ടുള്ള സെഷൻസ് ഉണ്ടായിരിക്കും. ഇനി നോക്കുക, നമ്മുടെ മോഡസ് ഓപ്പറാൻഡി നോക്കുക. നിങ്ങൾക്കറിയാം നമ്മളെ സിലബസ് അത് 14 മൊഡ്യൂൾസാണുള്ളത്. പാർട്ട് 1. പാർട്ട് 1 എന്നത് 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. അതായത് നോക്കണം നിങ്ങൾ, പാർട്ട് 1 14 മൊഡ്യൂൾസ്, അതിന് 70 മാർക്കാണ് ടോട്ടൽ. 14, അതായത് ഈ പാർട്ട് 1 ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡീറ്റെയിൽഡ് ആൻഡ് നോൺ ഡീറ്റെയിൽഡ് ആണ്. അതായത് പാർട്ട് 1 സിലബസ്, അതായത് ആദ്യത്തെ 4 ഏരിയ, അതായത് ഏർലി ഇംഗ്ലീഷ് ലാംഗ്വേജ് 18th സെഞ്ച്വറി, ഇതാണ് ഒന്നാമത്തെ ഏരിയ. ഈ ഏരിയ 2 സിലബസ്, 2 മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂള് ഡീറ്റെയിൽഡ് ടെക്സ്റ്റും സെക്കൻഡ് മൊഡ്യൂള് നോൺ ഡീറ്റെയിൽഡുമാണ്. നിങ്ങൾക്കറിയാം ജോൺ ഡണ്ണ്, മിൽട്ടൺ, മാർലു, അതുപോലെ തന്നെ വില്യം ഷേക്സ്പിയർ മുതൽക്കുള്ള ആളുകൾ, അതായത് ഡീറ്റെയിൽഡ് സിലബസാണ്. അതാണ് മൊഡ്യൂൾ 1 ഡീറ്റെയിൽഡ് സിലബസ്. മൊഡ്യൂൾ 2 ആണെങ്കിൽ നോൺ ഡീറ്റെയിൽഡ് ആണ്, അതായത് ഏർലി ഇംഗ്ലീഷ് ലാംഗ്വേജ് ടു 18th സെഞ്ച്വറി. ഇതാണ് ഒന്നാമത്തെ മൊഡ്യൂള്. പിന്നെ രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ പീരീഡ് ആണ്. അതിൽ മൊഡ്യൂൾ 3 ഡീറ്റെയിൽഡ് ആണ്. അതിൽ പോയംസ് ഉണ്ട്, പ്രോസ് ഉണ്ട്, ഫിക്ഷൻ ഉണ്ട്, പ്ലേസ് ഉണ്ട്. ഒക്കെ പ്ലേസ് ഈ റൊമാൻറ്റിക്സ് ആൻഡ് വിക്ടോറിയൻസിൽ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഓണസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. മൊഡ്യൂൾ 3 ആണെങ്കിൽ ഡീറ്റെയിൽഡ് ആണ്. മൊഡ്യൂൾ 4 നോൺ ഡീറ്റെയിൽഡ് ആണ്. വിക്ടോറിയൻ പീരീഡും റൊമാൻറ്റിക് ഏജ്, വിക്ടോറിയൻ, റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ ഏജ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ മോഡേൺ ഇംഗ്ലീഷ്, മോഡേൺ ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ്. അതിൽ മൊഡ്യൂൾ 5 ഡീറ്റെയിൽഡ് ആണ്. മൊഡ്യൂൾ 6 നോൺ ഡീറ്റെയിൽഡ് ആണ്. ഇത് ഇന്ത്യൻ റൈറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ്. മൊഡ്യൂൾ 7 ഡീറ്റെയിൽഡ് ആണ്. മൊഡ്യൂൾ 8 നോൺ ഡീറ്റെയിൽഡ് ആണ്. ഇതിന് 40 മാർക്കാണ്. 40 മാർക്സ്, 8 modules, 4 detailed modules and 4 non-detailed modules. Early English to early English language to 18th century, Romantic and Victorian age, modern English, British literature, Indian writers in English. ഇതാണ് 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ഈ പാഠഭാഗങ്ങളിൽ ഡീറ്റെയിൽഡ് ടെക്സ്റ്റ് പ്രത്യേകമായി ഇൻ ഡെപ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഡീറ്റെയിൽഡ് വളരെ വിശദമായി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ലൈവ് ക്ലാസ് തരും, അതുപോലെ റെക്കോർഡഡ് ക്ലാസ് തരും. നോൺ ഡീറ്റെയിൽഡ് ആണെങ്കിൽ ജനറൽ ക്വസ്റ്റ്യൻസ് ധാരാളം തരും. അതാണ് ഈ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത പാർട്ട് നോക്കുക. മൊഡ്യൂൾ 9 to 14. മൊഡ്യൂൾ 9 to 14 9 and 10 അത് അമേരിക്കൻ ലിറ്ററേച്ചറാണ്. അമേരിക്കൻ ലിറ്ററേച്ചറിൽ 9th മൊഡ്യൂൾ ഡീറ്റെയിൽഡ് ആണ്, 10th മൊഡ്യൂൾ നോൺ ഡീറ്റെയിൽഡ് ആണ്. അങ്ങനെ ഈ മൊഡ്യൂൾ 11 ആണെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ഫോണറ്റിക്സ്. 12th മൊഡ്യൂൾ ELT ആണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആണ്, ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ആണ്. മൊഡ്യൂൾ 13 ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി ആണ്. മൊഡ്യൂൾ 14 കൾച്ചറൽ സ്റ്റഡീസ് ആണ്. ഈ ഏരിയക്ക് 30 മാർക്സ് ആണ്. 30 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ആദ്യത്തെ പാർട്ട് 8 മൊഡ്യൂളിന് 40 മാർക്ക്. പിന്നീട് വരുന്ന 6 മൊഡ്യൂളുകൾക്ക് അതിൽ അമേരിക്കൻ ലിറ്ററേച്ചർ 2 തിരിക്കുന്നു. നോൺ ഡീറ്റെയിൽഡ് ആൻഡ് ഡീറ്റെയിൽഡ് ആണ്. പക്ഷേ 11, 12, 13, അതായത് 11 ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ, ലിംഗ്വിസ്റ്റിക്സ്, ഫോണറ്റിക്സ്, ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി ആൻഡ് കൾച്ചർ സ്റ്റഡീസ്. ഇതെന്താണ്? ഇത് 6 മൊഡ്യൂളുകൾ. ഈ മൊഡ്യൂളുകൾ 30 മാർക്സ് ആണ്. അങ്ങനെ 40 + 30 70 മാർക്സ് ആണ് ലിറ്ററേച്ചർ സൈഡ്. റൈറ്റ്? ഇത് നമ്മൾ വിശദമായി ക്ലാസ്സുകൾ എടുക്കും, വിശദമായി പരീക്ഷകളുണ്ടായിരിക്കും. ഓരോ ദിവസവും പരീക്ഷകളുണ്ടായിരിക്കും. പരീക്ഷ ജനറലായി കവർ ചെയ്ത ലെസൺസ് മാത്രമല്ല, 30 ദിവസമുള്ളൂ. അതുകൊണ്ട് എല്ലാ ദിവസവും ചോദ്യങ്ങൾ, ഒരു 100ഓളം ചോദ്യങ്ങൾ പരീക്ഷകൾ നടത്തും. ആ പരീക്ഷകൾ അവസാനം ബൈ ദ എൻഡ് ഓഫ് ദ കോഴ്സ് യു വിൽ ഹാവ് ടു ഗെറ്റ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ദിസ്. അടുത്തത് നോക്കുക. ഇനി രണ്ടാമത്തെ പാർട്ട് 2. ഈ പാർട്ട് 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 10 മാർക്കിൻ്റെ ചോദ്യമാണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അതായത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, അതായത് റിസർച്ച്, ഗവേഷണ താല്പര്യം ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ. അതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒരു കുട്ടിക്കുണ്ടോ എന്ന് പരിശോധിക്കുന്ന ചോദ്യങ്ങൾ 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് അതിൽ ഉണ്ടാവും. പാർട്ട് 3
സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. 5 മാർക്കിന് ക്വസ്റ്റ്യൻ ആണത്. ദെൻ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേച്ചേഴ്സ് ഉണ്ട്, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് 5 10 മാർക്ക്. അപ്പോൾ 10 മാർക്ക് ഇതിൽ, 10 മാർക്ക് പാർട്ട് 3. ദെൻ കേരള റിനൈസൻസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഓർ ജനറൽ അവയർനെസ്, കേരള നവോത്ഥാന സാഹിത്യവുമായി ബന്ധപ്പെട്ട നവോത്ഥാന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, ഇതും 5 മാർക്ക് 10 മാർക്ക്, ഇങ്ങനെ 30 മാർക്ക്. 40 + 30 + 30 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഇത് ഓരോ മേഖലയും വിശദമായ റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, പരീക്ഷകൾ ഞങ്ങൾ നടത്തും. ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ പ്രഗത്ഭരായ അധ്യാപകരാണ്. ഡോക്ടർ ശിവരാജൻ, ഡോക്ടർ പ്രശാന്ത് സാറ്, ഡോക്ടർ ശശി സാറ്, നിരവധി പ്രഗത്ഭരായ അധ്യാപകർ, വളരെ പരിചയസമ്പന്നരായി, ഈ മേഖലയിൽ പരിചയസമ്പന്നരായി ഈ പരീക്ഷകളെക്കുറിച്ചൊരു വളരെ ഗവേഷണാത്മകമായി ചിന്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ഒരു സിലബസും അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ടീച്ചിങ് ഇവാലുവേഷൻ കൃത്യമായി മനസ്സിലാക്കി, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വളരെ കൃത്യമായി വളരെ മെറ്റിക്കുലസ്ലി പ്രിപ്പയർഡായ ഒരു സിലബസ്, അതുപോലെ തന്നെ ചോദ്യപേപ്പറൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് തയ്യാറാക്കിയത്. അത് വളരെ വിശദമായി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് തരും. അത് എല്ലാ പരീക്ഷകളും കൃത്യമായി അറ്റൻഡ് ചെയ്യും. ഈ 30 ദിവസം ഞങ്ങളെ ക്ലാസ്സുകളിൽ ഭംഗിയായി പങ്കെടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് വളരെ അനായാസമായി, വളരെ പ്രയാസമില്ലാതെ, വളരെ സന്തോഷകരമായി പരീക്ഷ എഴുതാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ പ്രോഗ്രാമിൽ ഞങ്ങളോട് സഹകരിക്കുക. ഇതുവരെ സഹകരിച്ച ആളുകൾക്ക് അറിയാം, ഞങ്ങളുടെ ക്ലാസ്സുകൾക്കൊന്നും ക്വാളിറ്റിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു ലേണിംഗ് ആപ്പാണ് ഞങ്ങൾ. മാക്സിമം കുട്ടികളെ, അതായത് നിങ്ങളെ ഉദ്യോഗാർത്ഥികളെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ വിജയത്തിന് വേണ്ടി ക്വാളിറ്റിയിൽ അങ്ങേയറ്റം പ്രാധാന്യം നൽകിക്കൊണ്ട് നൽകുന്ന ക്ലാസ്സുകളാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ നിങ്ങൾ പങ്കെടുക്കാൻ നിങ്ങളോട് താല്പര്യപ്പെടുകയാണ്. ഈ ക്ലാസ്സുകൾ ജൂലൈ 19 അവസാനിക്കുകയാണ്, ജൂൺ 19 ആരംഭിക്കുകയും ചെയ്യും. ധാരാളം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ധാരാളം പരീക്ഷകളുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സിലബസിന് എല്ലാ മേഖലകളും വ്യക്തമായി കവർ ചെയ്യുന്ന ക്ലാസ്സുകളാണ്. അതുകൊണ്ട് ഈ സമയം വൈകാതെ കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ആലോചിച്ച് കുണ്ഠിതപ്പെടാതെ ജൂൺ 19 നടത്തുന്ന ഞങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ, ഞങ്ങളോട് സഹകരിക്കാനും ഞങ്ങൾ താല്പര്യപ്പെടുന്നു. അത് നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസ നടത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ ആയി നിങ്ങൾ സഹകരിച്ച ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക, ഇതൊക്കെയാണ് നമ്മുടെ സിലബസ് എന്നും. ഇപ്പോൾ നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ കിട്ടിയിട്ടുണ്ടാകും സിലബസിനെക്കുറിച്ച്. ആ സിലബസ് എന്താണ്, അതിനനുസരിച്ച് സിലബസ് പരീക്ഷ എഴുതുന്ന ആളുകൾ, മത്സര പരീക്ഷ എഴുതുന്ന ആളുകൾ എപ്പോഴും തന്നെ സിലബസ് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനടിസ്ഥാനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പരീക്ഷ പാസ്സാകാൻ സാധിക്കും. എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും.